ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഭയങ്കര ട്വിസ്റ്റുള്ള ഒരു എപ്പിസോഡ് തന്നെയാണത് വരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമിക ഇനി തിരിച്ച് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണല്ലോ അനന്തപുരിയിലേക്ക്. അവിടെ അങ്ങ് നല്ല കുഞ്ഞു പരിവേഷത്തോടു കൂടിയൊക്കെ നിൽക്കുകയാണ്. നയനയ്ക്ക് പണി കൊടുക്കുകയും ചെയ്യണം, അങ്ങനെ അനിയുടെ പ്രീതി സമ്പാദിക്കുകയും ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവ്യയെ സോപ്പിട്ടൊക്കെ അങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അനാമിക ഒരു പണി ചെയ്യുന്നത്. അനാമിക പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവരോടും പറയാണ്. ഇനിയിപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് അതൊക്കെ ഉള്ളൊരു മാർഗം. അനിയെ ഒന്ന് വരച്ച വരയിൽ നിർത്തണമെങ്കിൽ ഈ കള്ളത്തരം പറയണമെന്ന് വിചാരിക്കുകയാണ്. അതിനായിട്ടൊരു നാടകം ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് അനാമിക. അങ്ങനെ താൻ ഗർഭിണിയാണെന്നുള്ള വിവരം അനന്തപുരിയിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനാമിക അങ്ങനെ നവ്യയെ സോപ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. നവ്യയെ കൊല്ലാൻ വരെ നോക്കിയതാണ്. നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ വരെ നോക്കിയ അനാമിക ഇപ്പം നവ്യയെ സോപ്പിട്ട് നിൽക്കുകയും നവ്യയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട ആളാവുകയാണ് അനാമിക. നവ്യയുടെ കുഞ്ഞിനെ എടുത്തു വെച്ച് ഭക്ഷണം കൊടുക്കുകയും താലോലിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അനാമിക. ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ആ കുഞ്ഞിനെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാലിൽ വിഷമൊക്കെ ചേർത്ത് വെച്ചതെന്ന് ഓർക്കണം. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ നവ്യ അവിടെ നിന്ന് കൂടെ നിൽക്കുന്ന ചിരിക്കുന്നത്. അപ്പോൾ നവ്യ ഒന്ന് എരിവ് കയറ്റി വിടുക എന്നുള്ള അനാമികയുടെ ലക്ഷ്യമാണല്ലോ. അപ്പോൾ അനാമിക പറയാണ്, ശരിക്കും പറഞ്ഞാൽ അബിയാണ് MD ആക്കേണ്ടത്. കാരണം ആദർശനെ ഒന്ന് തരം താഴ്ത്തുക ചെയ്യേണ്ടത്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആദർശിനെ ഉയർത്തി വെച്ചിട്ട് അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല, അതും അതിൽ നിന്നും അവനെ തരം താഴ്ത്തല്ലേ ചെയ്യുന്നത്. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആദർശനെ ശരിക്കും തരം താഴ്ത്തേണ്ടതല്ലേ? ഇവിടെ അതൊന്നും അല്ല നടക്കുന്നത്. നീതി നിയമവും ന്യായവും ഒന്നും ഇവിടെ നടക്കുകയില്ല. ഇവിടുത്തെ ആ കാരണവർ തീരുമാനിക്കുന്ന ആ ഇവിടുത്തെ നിയമം അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഇപ്പം അനി തന്നെ നിങ്ങളുടെ നന്ദൂൻ്റെ പുറകെയല്ലേ നടക്കുന്നത്. അത് നിയന്ത്രിക്കാൻ മുത്തശ്ശനെ കൊണ്ടാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, അക്കാര്യത്തിൽ അനാമികയൊന്നും പേടിക്കണ്ട. ഒരിക്കലും അനിയും നന്ദു ഒന്നാൻ പോകുന്നില്ല. ആ ബന്ധം ഞങ്ങളുടെ വീട്ടിൽ ആർക്കും താല്പര്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് നവ്യെ നല്ല രീതിയിൽ എരിവ് കയറ്റി അങ്ങ് വിടുകയാണ് നമ്മുടെ അനാമിക. എന്നിട്ട് കൊച്ചിനെ എടുക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭക്ഷണമൊക്കെ കൊടുത്തോളാന്ന് പറഞ്ഞ് ജലജയോട് മേടിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമികയോട്, അതേ അനാമികയെ, നിങ്ങളുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അനിയെ എങ്ങനെയെങ്കിലും നീ സ്നേഹത്തിലൂടെയൊക്കെ വരുതി കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ബസ്റ്റ് സാധനമാണ് അവനാ. നന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നിടത്ത് ഞാൻ എങ്ങനെ അവനെ വരുതി കൊണ്ടുവരാനാ? അവൻ എന്നോടൊന്ന് നേരെ നിന്ന് സംസാരിക്കുക പോലും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയാണ്, അതൊക്കെ സാധിക്കും. അനാമിക ഒന്ന് ഗർഭിണിയാവുകയാണെങ്കിൽ, അനാമികയ്ക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും. അനി നീ വരച്ച വരയിൽ തന്നെ നിൽക്കും. എൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ, അബി എന്നെ ഉപേക്ഷിക്കാൻ എത്ര മാത്രം നോക്കിയതാ. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴല്ലേ അവനും അവൻ്റെ അമ്മയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. ഇതിനു മുമ്പ് അബിയുടെ അമ്മ എന്നോട് എന്തെല്ലാം ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ? അതിനുശേഷവും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കുഞ്ഞായപ്പം അബിയുടെ സ്വഭാവം മാറിയത് കണ്ടോ? പഴയ അബിയാണോ ഇപ്പം? എന്നെയും കുഞ്ഞിനെയും കൈ വെള്ളയിലാണ് കൊണ്ടു നടക്കുന്നത്. എന്തുമാത്രം സ്നേഹമാണെന്നറിയാവോ? അബിയുടെ അമ്മയ്ക്കും അതുപോലെ സ്നേഹമാണ്. കുഞ്ഞിനെയൊക്കെ ഇപ്പം നോക്കുന്നത് അബിയുടെ അമ്മയാണ്. അതുപോലൊരു മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അനാമികയ്ക്കും അങ്ങനെ സംഭവിക്കണം. അനാമിക പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ പിന്നെ അനിയുടെ ഈ പ്രശ്നമൊക്കെ മാറും. പതുക്കെ നിൻ്റെ വഴിക്ക് തന്നെ വരും. പിന്നെ ഒരു കുഞ്ഞും കൂടി ഉണ്ടാകുമ്പം പിന്നെ എല്ലാവരും അതിനെ ലാളിക്കാനും സ്നേഹിക്കാനും ഒക്കെ പോവുള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നേ അത് തന്നെ വേണം. അതിന് അനാമിക തന്നെ മുൻകൈ എടുക്കണം എന്നൊക്കെ അനാമികയെ പറഞ്ഞ് ധരിപ്പിക്കുക. അപ്പം നമ്മുടെ അനാമികയുടെ മനസ്സിലും ഒരു ലഡ്ഡു പൊട്ടുവാണ്. അനാമികയും ചിന്തിക്കുകയാണ്, ഇത് ഇവള് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. ചിലപ്പം ഇങ്ങനെ മാത്രമേ ഇനി അനിയെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഇവിടെ എനിക്ക് നിന്ന് പോകാം. എന്നാൽ അതിനൊരു സാധ്യതയും ഇല്ലതാനും. ഒരിക്കലും അനി എന്നോട് സംസാരിക്കുന്നു പോലുമില്ല, പിന്നെയാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അതുകൊണ്ട് ആ കാര്യം ആലോചിക്കുകയേ വേണ്ട. പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇവിടെ പിടിച്ചു നിൽക്കണം. ഇപ്പം ഇവളൊരു വള്ളിയിട്ട് തന്നത് തന്നെ അതേ പിടിച്ച് കയറാം. കള്ളം പറഞ്ഞാലോ, എല്ലാവരോടും കള്ളം പറഞ്ഞ് ഫലിപ്പിക്കണം. ഞാൻ ഗർഭിണിയാണെന്നുള്ള വിവരം ഇവിടെ എല്ലാവരും അറിയുമ്പം എല്ലാവർക്കും സന്തോഷമാകും, അനിക്കൊഴികെ. അനി പതുക്കെ എൻ്റെ വരച്ച വരയിൽ വരും. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെയേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഈ അനന്തപുരിയിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങളും കിട്ടും. അങ്ങനെ ആവുമ്പം തൽക്കാലത്തേക്ക് ഇവിടെ പിടിച്ചു നിൽക്കാം. ഈ കളത്തരത്തെ തന്നെ പിടിച്ച് മുന്നോട്ട് പോകാം എന്നിങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് കേട്ടോ.
അതേസമയം നമ്മുടെ ആദർശും നയനയും ചെന്നിട്ട് ഗോവിന്ദനോടും കനകയോടും സംസാരിക്കുന്നുണ്ട് കേട്ടോ, നന്ദുവിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട്. നന്ദുവിനെ ജോലി ചെയ്യാനൊക്കെ അനി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം, അതൊക്കെ ക്ഷമിക്കണം എന്ന് പറയാണ്. അനി ഇപ്പോൾ ഒരു വിഭ്രാന്തിയാണ്, എനിക്ക് മാനസികമായിട്ടൊരു വിഷമമുണ്ട് നന്നായിട്ടെന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദനും കനകയും പറയുന്നുണ്ട്, ആദർശ് മോൻ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, നന്ദുമോൾ ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. കാരണം നന്ദുവിനോട് ഞങ്ങൾ പറയുന്ന പോലെ അവൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അനിയും നന്ദു ഒന്നിക്കാനൊന്നും പോകുന്നില്ല. അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം തന്നെയേ പോകത്തുള്ളൂ. അങ്ങനെ അനന്തപുരിക്കൊരു നാണക്കേടൊന്നും ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കനകയും ഗോവിന്ദനും. ഇതിനുശേഷം കനകയും ഗോവിന്ദനും നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു ചില കാര്യങ്ങളൊക്കെ പറയാനാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയാം. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, നന്ദു ആദർശ് മോൻ ഇന്നും ഇവിടെ വന്നിരുന്നു, വളരെ വിഷമത്തിലാണ് അവൻ സംസാരിച്ചത്. ഇനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അനി നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതിനെക്കുറിച്ചിട്ടൊക്കെ അവൻ പറഞ്ഞു. അവരുടെ കുടുംബത്തിൽ അങ്ങനെ വിവാഹം കഴിച്ച് വന്ന പെൺകുട്ടികൾ ആരും ഡിവോഴ്സായി ഒന്നും പോയിട്ടില്ല അത്രേ. അതുകൊണ്ട് അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം തന്നെ തുടർന്ന് പോകണമെന്നാണ് അവരുടെ എല്ലാ ആഗ്രഹം എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ അതിനൊരു തടസ്സമായിട്ടൊന്നും നിൽക്കുന്നില്ല. അനിയാണ് പിന്നെയും ഇങ്ങനെ ചെയ്യുന്നത്, അത് എനിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഞാനും ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് നന്ദു പറയുക. അപ്പോൾ കനകയും ഗോവിന്ദനും പറയുന്നുണ്ട്, എങ്ങനെയാണ് അനിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അവിടെയാണെങ്കിൽ എല്ലാവരും അനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും നടക്കുന്നുമില്ല എന്ന് പറയുമ്പം കനക പറയാം, ഇനിയിപ്പോൾ ഒരു മാർഗ്ഗം ഉണ്ടെന്ന് പറയാം. അപ്പം നന്ദു ചോദിക്കുക, എന്ത് മാർഗ്ഗം? ഞാനിനി ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി വേറെ ദൂരോട്ട് എങ്ങോട്ടെങ്കിലും പോയാലും ഇവൻ അവിടെയും വന്ന് ശല്യപ്പെടുത്തില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ടാണ് ഞാൻ ദൂരോട്ടെങ്ങും പോകാത്തതെന്ന് പറയണം. അപ്പോൾ കനക പറയാം, മോളെ ഞാൻ പറയുമ്പോൾ നീ വേറൊന്നും വിചാരിക്കരുത്, നിനക്കൊരു വിവാഹാലോചന വന്നാൽ അത് നടത്തണം നമുക്ക് എന്ന് പറയാണ്. അപ്പോൾ നന്ദു പറയും, ഓ ഇതായിരിക്കും ഇപ്പോൾ അതിനുള്ള പരിഹാരം. അവൻ വട്ടുപിടിച്ച് എൻ്റെ പുറകെ നടക്കുന്നതിന് ഞാനിപ്പോൾ പോയി കല്യാണം കഴിക്കണോ? അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ എന്ന് പറയാണ്. അപ്പം കനക പറയാം, മോളെ ഇത്രയും നാളും ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു, നിൻ്റെ ചേച്ചിമാരുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് കുറേ നാളുകളായി, ഇനിയിപ്പം നിനക്കൊരു വിവാഹമാകാം, അതിനുള്ള പ്രായമൊക്കെ ആയിട്ടുമുണ്ട്. അത് തന്നെയല്ല, നീ ഉദ്ദേശിച്ച പോലെ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ എന്താ തടസ്സം എന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ദയവേത് അച്ഛനും അമ്മയും ഇപ്പം അതിനെക്കുറിച്ചൊന്നും എന്നോട് സംസാരിക്കരുതെന്ന് പറയാം. അപ്പോൾ കനക പറയാം, സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിൻ്റെ 2 ചേച്ചിമാരെ അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത്. നീ മൂലം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നിൻ്റെ ചേച്ചിമാരെയാണ് ബാധിക്കുന്നത് എന്ന് പറയാണ്. അതുകൊണ്ട് നീ വേറൊരു വിവാഹം കഴിക്കണം. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ അനി നിന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അതുമല്ല അനാമികയുമായിട്ട് അവൻ ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോഴും നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ തല കൊണ്ട് വെക്കാനായിരിക്കും അല്ലേ, എനിക്കിപ്പോൾ തൽക്കാലം വിവാഹത്തെക്കുറിച്ച് താല്പര്യമില്ല, ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദു അവിടെ നിന്ന് പോകുന്നൊക്കെയുണ്ട്. അതേസമയം നമ്മുടെ അനാമിക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഇതിനൊരു പരിഹാരം ഉണ്ടാവണമല്ലോ. ഇപ്പം നവ്യ തന്നെ പറഞ്ഞതുപോലെ പ്രഗ്നൻ്റ് ആവുകയാണെന്ന് അറിയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാനൊരു മാർഗ്ഗമായി. അപ്പം കള്ളത്തരം പറയാൻ തന്നെ ലക്ഷ്യമുള്ളൂ, ഗർഭിണിയാണെന്ന് അങ്ങ് കള്ളത്തരം പറയാമെന്ന് പറയാണ്. അപ്പോഴും അനാമിക ചിന്തിക്കുകയാണ്, അനിയെ എങ്ങനെയാണ് വിശ്വസിപ്പിക്കുക? അവൻ വിശ്വസിക്കില്ലല്ലോ, അവൻ അത് സമ്മതിച്ചും തരികയല്ല. അപ്പോൾ അവനെ സമ്മതിപ്പിക്കാനും കൂടെ ഒരു മാർഗം കണ്ടെത്തണമല്ലോ. എന്തായാലും അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് വിളിക്കാം, ഇക്കാര്യം ഒന്ന് ചർച്ച ചെയ്യാം, ഇതൊരു നല്ല ബുദ്ധി തന്നെയാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ അനാമിക വേണുവിനെ വിളിക്കുകയാണ് കേട്ടോ. വേണുവിൻ്റെ രേവതിയുണ്ട്, വേണുവിനെ വിളിക്കുക. എന്നിട്ട് പറയുക, അച്ഛ ഇവിടെ വെറുതെ ഞാൻ വന്നിരിക്കുകയാണ്, വല്യമ്മ ഒന്നും എന്നോട് ഒരു സ്നേഹവും കാണിക്കുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാവുന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പിന്നെ അമ്മ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എല്ലാവരെയും അങ്ങ് സോപ്പിട്ട് നിൽക്കുക. പഴയ എൻ്റെ എടുത്ത് ചാട്ടമൊക്കെ ഞാനങ്ങ് കുറച്ചു, എങ്ങനെയെങ്കിലും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ സോപ്പിട്ട് കുറേ സ്വത്ത് അടിച്ചു മാറ്റണം എന്ന് എനിക്കുണ്ട്. അല്ലാതെ അനി അത് അവൻ്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ എന്ന് ഞാനും ചിന്തിച്ചു എന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ അങ്ങനെയല്ല, അവനെ കൂടി നീ പറഞ്ഞ് മനസ്സിലാക്കണം. ആ നന്ദുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും എന്ന് പറയാണ്. അപ്പം അനാമിക പറയുന്നുണ്ട്, അവൻ നന്ദുവിൻ്റെ പുറകെയോ എവിടെയെങ്കിലും പോയിക്കോട്ടെ, ഞാൻ പക്ഷേ അവനുമായിട്ടൊരു ജീവിതമൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുക. അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ വേണു, എങ്ങനെയെങ്കിലും മോളെ നമുക്ക് പിടിച്ചു നിൽക്കണം, അതുകൊണ്ട് മോള് പെട്ടെന്നൊന്നും പോകരുത്, അവരുടെ എല്ലാം സ്നേഹം പിടിച്ചു പറ്റണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അനാമിക്ക് പറഞ്ഞു കൊടുക്കുക, അച്ഛാ അതിനൊരു മാർഗ്ഗമുണ്ടെന്ന് പറയാണ്. അപ്പോൾ എന്താ
മോളെ എന്ത് മാർഗ്ഗം നീ കണ്ടുവച്ചിരിക്കുന്നതെന്ന് വേണു ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ടേ, അത് നവ്യ എന്നോട് പറഞ്ഞു, ഞാൻ ഗർഭിണിയാവുകയാണെങ്കിൽ, ഞാൻ ഗർഭിണിയാണെന്ന് ഈ അനന്തപുരിയിൽ എല്ലാവരും അറിയുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പകുതി തീരുമെന്നും അനി വരച്ച വരയെ നിൽക്കുമെന്നും ഒക്കെ, അതുകൊണ്ട് അതിനായിട്ട് തയ്യാറെടുക്കാനാ നവ്യ പറഞ്ഞു തന്നതെന്ന് പറയുമ്പം വേണു പറയുക, ആ അത് നല്ലൊരു ഐഡിയ തന്നെയാണ് മോളെ, നീ അതിനായിട്ട് തയ്യാറെടുക്കുക. പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന അനിയുടെ അടുത്ത് എങ്ങനെ തയ്യാറെടുക്കാനാ? അത് മാത്രമല്ല, നിനക്ക് അനിയുടെ കൂടി ഒരു ജീവിതം ആവശ്യമില്ല, നീ മറ്റൊരാളെ കണ്ടുവച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇതെങ്ങനെ നടക്കാനാ? എന്താ മോളി പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയാണ്, അതെ ഞാൻ വേറൊരാളുടെ കൂടെയുള്ള ജീവിതം കണ്ടുവച്ചിട്ടൊക്കെയുണ്ട്, പക്ഷേ ഇവനെ പറ്റിച്ച് ഗർഭിണിയാണെന്നൊരു കാര്യം ഇവിടെ എല്ലായിടത്തും പരത്തണം. അങ്ങനെയാവുമ്പം ഈ വീട്ടിലുള്ളവർക്കൊക്കെ സ്നേഹം കൂടും. ഞാൻ കണ്ടതാ, നവ്യയും അഭിയും തമ്മിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും മറ്റെല്ലാവരും നവ്യയെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയായിരുന്നു. ആ സമയത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്തു, ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അതുകൊണ്ട് ഞാനും തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങനൊരു കള്ളത്തരം ഇറക്കുക എന്ന് പറയാം. അപ്പം വേണു പറയുന്നുണ്ട്, മോളെ ഇപ്പം നീ ഇങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞാൽ എത്ര നാൾ പിടിച്ച് നിൽക്കാൻ പറ്റും? ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നതിനൊരു പരിധിയില്ലേ മോളെ എന്ന് ചോദിക്കുക. ആ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഏതായാലും 3-4 മാസം പിടിച്ച് നിൽക്കാൻ പറ്റുമല്ലോ, അത് മതി. അതിനുശേഷം എന്താ വേണ്ടതെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് പകല പരിപാടി ഞാൻ തീർക്കും. പല പ്ലാനുകളും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഇങ്ങനൊരു കാര്യത്തിലേക്ക് കടക്കുക. നിങ്ങളുടെ രണ്ടുപേരുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും, മോളങ്ങ് തകർത്ത് അഭിനയിച്ചോ, ഞങ്ങൾ രണ്ടുപേരും അതിനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ അങ്ങ് തകർത്ത് അഭിനയിച്ചേക്കാൻ ഗർഭിണിയാണെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ചുമ്മാ അങ്ങോട്ട് കയറി ഗർഭിണിയാണെന്ന് പറഞ്ഞാലൊന്നും അനി വിശ്വസിക്കുകയല്ലോ. അതിനുവേണ്ടി ഒരു നാടകം കളിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ അനി നന്നായിട്ട് മദ്യപിച്ചിട്ട് വീട്ടിൽ വരികയാണ് കേട്ടോ. അനിയാണെങ്കിൽ ഇപ്പോഴങ്ങ് വാലിന് തീ പിടിച്ച പോലെ തന്നെ നടക്കുകയാണ് നന്ദുവിൻ്റെ പുറകെ. അതുകൊണ്ട് തന്നെ സകല സമയവും മദ്യപാനവും എഴുത്തും ഇതൊക്കെ മാത്രമേ ഉള്ളൂ അനിക്ക് ചിന്ത. അങ്ങനെ കുടിച്ച് ബോധമില്ലാതെ അനി വീട്ടിൽ വരികയാണ്. അപ്പോൾ ഇതൊരു അവസരമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമികയാണെങ്കിൽ അത് ബോധമില്ലാതെ വരുന്ന അനിയെ കട്ടിലയിലേക്ക് അങ്ങ് മറിച്ചിടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നേരം വെളുക്കുമ്പോൾ അനിക്ക് ബോധം വീഴുമ്പം അനാമിക പറയുകയാണ് അനിയോട്, നീ ഇന്നലെ എന്തൊക്കെയാണ് കാണിച്ചത്? വലിയ പുണ്യാളനാണെന്നും പറഞ്ഞ് നടക്കുകയാണല്ലോ, എന്നിട്ട് എന്തെല്ലാം ഇന്നലെ സംഭവിച്ചതെന്ന് നിനക്കറിയാവോന്ന് ചോദിക്കുക. അപ്പം അനി ചോദിക്കുന്നുണ്ട്, എന്ത് സംഭവിച്ചെന്ന് നീ പറയുന്നത്? എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലായിരിക്കല്ലേ? നന്ദുവാന്ന് വിചാരിച്ച് നീ എന്നോട് എന്തെല്ലാം തോന്നിയാസങ്ങളാണ് കാണിച്ചത്? മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ബോധം വേണം മനുഷ്യന്. അപ്പം അനി പറയാ, നിന്നോട് ഞാൻ എന്ത് കാണിച്ചെന്നാ? എന്താ കാണിച്ചതെന്ന് ആലോചിച്ച് നോക്ക്, ഇതിനി ഞാൻ വ്യക്തമാക്കണോ? കുടിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാതെ ഇനി ഇതും ഞാൻ സഹിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുക. അപ്പോൾ അനി ഞെട്ടിപ്പോവാണ് കേട്ടോ. ഞാനിനി ഇവളോട് എന്താ കാണിച്ചത്? എനിക്കൊരു ബോധവും കിട്ടുന്നില്ല. അനി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അനാമിക അങ്ങ് തർക്കിച്ച് ജയിക്കുകയാണ് കേട്ടോ. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു, നീ ഇനി ഇതിൻ്റെ ബാധ്യതയെല്ലാം ഏറ്റെടുത്തോണം എന്നൊക്കെ പറയുമ്പോൾ അനി പറയാം, നീ വെറുതെ കള്ളത്തരം പറയരുതെന്ന് പറയാം. എനിക്ക് ഇക്കാര്യത്തിൽ കള്ളത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല അനി. ഇതിനു മുമ്പ് ഇത്രയും നാളായിട്ട് ഞാൻ എന്തെങ്കിലും കള്ളത്തരം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പിന്നെ ഇത് കള്ളത്തരാന്ന് പറയുന്നത് നിനക്ക് നാണമില്ലേ? എല്ലാം ചെയ്തു വെച്ചേച്ച് കള്ളത്തരാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അങ്ങ് അഭിനയിക്കുകയാണ് നമ്മുടെ അനാമിക. അപ്പോൾ അനിക്കും ആകപ്പാടെ ടെൻഷനാകുകയാണ് കേട്ടോ. ഇനി ബോധമില്ലാതെ എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നൊക്കെ ആലോചിച്ചിട്ട് അനി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ശല്യം എന്നൊക്കെ പറയാം. ഇപ്പം നിനക്ക് ശല്യമായിട്ടൊക്കെ തോന്നും, എന്തായാലും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അനാമിക. അപ്പോൾ നമ്മുടെ അനി ഇങ്ങനെ ചിന്തിക്കുക, ദൈവമേ ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നൊക്കെ വിചാരിക്കുക. പക്ഷേ നമ്മുടെ അനാമിക അനി അങ്ങ് പോയി കഴിയുമ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഏറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. ഏതായാലും ഇവനിപ്പോൾ അങ്ങനെ ഒരു ബോധ്യം മനസ്സിൽ വന്ന സ്ഥിതിക്ക് അധികം താമസിക്കാതെ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അങ്ങോട്ട് ഇറക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് ആ ഒരു പ്ലാൻ സക്സസ് ആക്കിയൊക്കെ വച്ചിരിക്കുക. പക്ഷേ എനിക്കങ്ങ് ആകെപ്പാടെ അങ്ങ് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ എനിക്കങ്ങ് ടെൻഷൻ കൂടുകയാണ് കേട്ടോ. ഇവളിനി എൻ്റെ തലയിലെങ്ങാനും ആയി പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അങ്ങനെ അനിയും ചിന്തിച്ചൊക്കെ നടക്കുകയാണ്. അതേസമയമാണ് കേട്ടോ നമ്മുടെ ദേവയാനി നയനയോട് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും അനാമിക തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷേ അവളെ ഞാനിവിടെ വാഴിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴും എൻ്റെ ഒരു കണ്ണ് അനാമികയുടെ മേൽ തന്നെ ഉണ്ടെന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ശരിയാ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല അന്ന് പാലിൽ വിഷം ചേർത്തതെന്ന് നമ്മളെ കൊല്ലാൻ നോക്കിയ ഇവളെ ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുകയില്ലെന്ന് എന്താ പറയാൻ പറ്റുകയില്ലാത്തത്? മുത്തശ്ശിയോടും ഒക്കെ അവൾക്കിപ്പോൾ ദേഷ്യമാണ്. കാരണം സ്വത്തും പണമൊന്നും കിട്ടാത്തത് കൊണ്ട്. അവൾ ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുമോ എന്നുള്ളത് എനിക്ക് പേടിയുണ്ട്. ഞാനത് കാരണം ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ മറച്ചു വെച്ചത്. ഇല്ല അവളുടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പൊളിച്ചടിക്കേനേന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അനാമിക അടുക്കളയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. പാചകം ചെയ്യാൻ വലിയ സോപ്പിംഗ് ഒക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് പറയാം, വല്യമ്മേ ഞാൻ അടുക്കളയിൽ കയറി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തോട്ടെ
എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് വരിക. എന്ത് ചെയ്യാനാണ് നീ വരുന്നത്? എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ മനുഷ്യന് കഴിക്കേണ്ട ഭക്ഷണം ഇത് എന്ന് പറയാണ്. അപ്പോൾ പറയാം, അതെന്താ വല്യമ്മ അങ്ങനെ പറയുന്നത്? അല്ല, നീ ഇവിടെ പാചകമൊന്നും ചെയ്യാൻ വരാറില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ച് വന്നത്? ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ, പിന്നെ നയനയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തോളാം, വേറെ ആരുടെയും സഹായം വേണ്ട. അപ്പം അനാമിക പറയാം, ഇത്രയും നാളും ഞാൻ സഹായിക്കാനൊന്നും വരാറില്ല, ഇപ്പം എൻ്റെ മനസ്സിന് വല്ലാത്തൊരു മാറ്റമൊക്കെ ഉണ്ടായി. വല്യമ്മയ്ക്ക് അറിയോ, എനിക്കിപ്പോൾ എന്നോട് കുറച്ചൊക്കെ സ്നേഹമുണ്ട്, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയാണ്. അപ്പം ദേവേനെ ചോദിക്കുക, എന്താ എനിക്ക് മനമാറ്റം? എനിക്കിപ്പോൾ നിന്നോട് സ്നേഹമുണ്ടോ? ശരിക്കും ഉള്ളത് തന്നെയാണോ അനാമിക ഈ പറയുന്നത്? അതെ, ഉള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്, അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും എന്നിങ്ങനെ വലിയ നാണത്തോടു കൂടിയൊക്കെ അങ്ങ് പറയുക. ഓരോ നമ്പർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജാനകിയുടെ അടുത്തേക്ക് പിന്നെ അനാമിക പോവാണ്. എല്ലായിടത്തും ഇങ്ങനെ തിരികേറ്റി കൊടുക്കുക. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, എനിക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട് അമ്മയെന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ജാനകിക്കും അത്ഭുതം തോന്നുക. ജാനകി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു അവൻ്റെ മനസ്സ് മാറണമെന്ന്, നിങ്ങൾ രണ്ടും കൂടെ നല്ല സന്തോഷമായിട്ടൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു. ഏതായാലും മോളെ അത് നന്നായല്ലോ, അനിയിപ്പോൾ എന്നോട് ചെറിയ അടുപ്പമൊക്കെ കാണിച്ചു തുടങ്ങി എന്നൊക്കെ വലിയ നാണത്തോടെ പറയുമ്പം ജാനകി പറയുന്നുണ്ട്, മോളെ നിൻ്റെ കഴിവ് ഇനി നീ ഒന്ന് പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ ഈ സംഗതി എല്ലാം അങ്ങ് മാറും, നന്ദുവിനോടുള്ള സ്നേഹവും അവന് മാറും, പിന്നെ കുഞ്ഞെന്നുള്ള ചിന്തയായിരിക്കും. നീ കണ്ടതല്ലേ അബിയുടെ കാര്യം, അബിയും കൂടെ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു, എന്നിട്ട് നവ്യ ഗർഭിണിയായി കഴിഞ്ഞു, കുഞ്ഞു വന്നു കഴിഞ്ഞു, അബി പൂച്ച കുട്ടിയായില്ലേ, ആ കുഞ്ഞിനെ നവ്യ ഇപ്പം കൈ വെള്ളയിലല്ലേ അവൻ കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെ അനിയും മാറും. അത് തന്നെയല്ല, ഇവിടെയുള്ള എല്ലാവർക്കും നിന്നോട് സ്നേഹം കൂടും. നിൻ്റെ ഈ എടുത്തുചാട്ടവും സംസാരമൊക്കെ കാരണം മോളെ എല്ലാവർക്കും ദേഷ്യം, മുത്തശ്ശനോടൊക്കെ നീ എതിര് പറയാറില്ലേ, അതുകൊണ്ടാ എന്നൊക്കെ ജാനകി ഇങ്ങനെ പറഞ്ഞു തള്ളി കൊടുക്കുമ്പം അനാമിക അങ്ങ് നാണം കുണിയൊക്കെ നിൽക്കുക. കാരണം അടുത്ത മാസം പറയണ്ടേ പ്രഗ്നൻ്റ് ആണെന്ന്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇതങ്ങ് ഇറക്കണ്ടേ. അങ്ങനെ ഒരു സന്തോഷത്തിൽ എല്ലായിടത്തും ഈ പ്ലാനൊക്കെ ഇറക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാമിക മനസ്സിൽ വിചാരിക്കുന്നത്, ഇനിയിപ്പോൾ ഇത് റിവീൽ ചെയ്യാം, എല്ലാവരുടെ അടുത്ത് പറയാം, പ്രശ്നം മാറ്റിയെടുക്കുക, എന്നിട്ട് വേണം ഇവിടെ പിടിച്ചു നിന്നൊന്ന് തകർക്കാൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരുന്ന് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അനാമിക അനിയോട് പറയാണ് കേട്ടോ, അനി എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, നിനക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നും ആയിരിക്കുകയല്ല എന്ന് പറയാം. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ്? അല്ലെങ്കിൽ നീ പറയുന്ന ഒരു കാര്യവും താല്പര്യം തോന്നാറില്ല എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് നമ്മൾ രണ്ടുപേരെ സമ്മതിക്കുന്നതല്ല, മൂന്നാമതൊരാളെ കൂടി സമ്മതിക്കുന്ന കാര്യമാണെന്ന് പറയുക. അതെന്ത് കാര്യമാണെന്ന് ചോദിക്കുക. അത് നീ അന്ന് മദ്യപിച്ച് വന്നപ്പം ചില സംഭവങ്ങളുണ്ടായ കാര്യം ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. പനി പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, നീ ഈ പറഞ്ഞതായതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും കള്ളമാണെന്നും എനിക്കറിയാം, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല. ഓഹോ, അപ്പം നിനക്കത് നല്ല ഉറപ്പാണല്ലേ? അങ്ങനെ ഉറപ്പാണെങ്കിൽ നീ കേട്ടോ, ഞാൻ പ്രഗ്നൻ്റാ എന്ന് പറയാണ്. അപ്പം അനി അങ്ങ് ഞെട്ടിപ്പോവാണ്, ദൈവമേ ഇവള് പ്രഗ്നൻ്റോ? അപ്പോൾ അനി പിന്നെ ചോദിക്കുക, വെറുതെ കള്ളം പറയാതെ അനാമികെ, ഈ കാര്യത്തിലെങ്കിലും നീ നുണ പടച്ചു വിടാതെ, നീയും നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്തെല്ലാം കാര്യത്തിലാണ് നുണ പറയുന്നത്, അതുകൊണ്ട് നീ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ അനാമിക അറിയാം, വിശ്വസിക്കേണ്ട, ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എന്നും ഇത് മറച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. ഇനി നിനക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാനിതെല്ലാവരും ഇന്ന് മറച്ചൊക്കെ വെച്ചേക്കാം, പക്ഷേ അത് എത്ര നാൾ മറച്ചു വെക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ പറയുമ്പോൾ അനിയുടെ നെഞ്ചിലൊരു തീ, ദൈവമേ ഇങ്ങനെ സംഭവിച്ചു പോയോ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അനാമിക പോയിട്ട് നേരെ നന്ദുവിനെ വിളിക്കുക. നന്ദുവിനെ വിളിച്ച് അവിടെ എരിവ് കയറ്റണമല്ലോ, എന്നിട്ട് പറയുക നന്ദുവിനോട്, നന്ദു ഒരു വിശേഷം പറയാനുണ്ട്, നിൻ്റെ കാമുകനുണ്ടല്ലോ ആനി, അവൻ ഇനിയിപ്പോൾ എൻ്റെ വഴിയെ വരുമെന്നാണ് തോന്നുന്നത്. അപ്പം നന്ദു പറയാം, വെച്ചിട്ട് പോടി, അതിന് അനി എൻ്റെ കാമുകനൊന്നും അല്ല എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ, അനിക്കൊരു കുഞ്ഞു പിറക്കാൻ പോവാ എന്ന് പറയുക. അപ്പം നന്ദു അങ്ങ് അത്ഭുതപ്പെട്ടു പോവാ, ദൈവമേ ഇവള് ഗർഭിണിയാണോ, ഇവളീ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ ആലോചിക്കുക. അതിനുശേഷം എല്ലാവരോടുമായിട്ട് പറയാണ് കേട്ടോ അനാമിക. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവിടെ വന്നിട്ട് പറയാണ്, അതെ അമ്മേ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്, എല്ലാവരും കേട്ടോ എന്ന് പറയാണ്. ഇത്രയും നാളും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, ഇനിയിപ്പോൾ ഇതും എൻ്റെ കുറ്റമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ് എന്ന് പറയാം. അപ്പോൾ ജാനകി ചോദിക്കും, എന്താ മോളെ നീ പറയുന്നതെന്ന് ചോദിക്കും. പറയുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയാം. അപ്പം ഞെട്ടിപ്പോവാ ജാനകി കേട്ടോ. അപ്പോൾ അനിയുണ്ട് കൂടെ, അനി അപ്പോൾ എതിർക്കുവാണ്. അനി പറയുന്നുണ്ട്, ഇതൊന്നും സത്യമല്ല, ഇവള് വെറുതെ വിളിച്ച് കൂവുന്ന, എല്ലാവരുടെയും മുമ്പിൽ അനാവശ്യം വിളിച്ച് കൂവാൻ മിണ്ടാതിരിക്കടി എന്ന് പറയാം. അപ്പം ജാനകി അനിയെ ചീത്ത പറയാം, എന്താണ് നീ പറഞ്ഞാൽ, അവൾ അനാവശ്യമാണോ പറഞ്ഞത്, അവള് അങ്ങനെ ഒരു പെണ്ണും വിളിച്ചൊന്നും പറയുകയല്ലെന്ന് പറയാണ്. ഈ വീട്ടിൽ ഇത്രയും പേരുടെ നടുക്ക് നിന്ന് ഇങ്ങനെ ഒരു കാര്യം നുണ പറയാൻ അത് പറ്റുന്ന കാര്യമാണോ? ഇതൊക്കെ ഇപ്പം എത്ര നാൾ മറച്ചു വെക്കാൻ പറ്റും? അനി നീ ആവശ്യമില്ലാതെ ഒന്നും പറയരുത് മോളെ, എന്താ മോളെ സത്യമാണോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാവുകയാണ് നമ്മുടെ ജാനകിക്ക്. ആദ്യം ഒന്ന് ഞെട്ടലൊക്കെയാണ് കേട്ടോ.
അപ്പോൾ ദേവയാനിക്ക് ഒരു സംശയം തോന്നുകയാണ്, ഇവള് പറഞ്ഞതായതുകൊണ്ട് ഇത് സത്യമാണോ എന്നുള്ള കാര്യം. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ അനാമിക പറഞ്ഞത്, ഇത് സത്യമാണോ, നീ ഡോക്ടറെ പോയി കണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അനാമിക പറയാണ്, പിന്നെ എനിക്കെന്തിനാ നുണ പറയേണ്ട കാര്യം, ഞാൻ ഡോക്ടറെ പോയി കണ്ട് കൺഫേം ചെയ്തു, അതിനുശേഷം അതേ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞത്, എനിക്ക് ഇക്കാര്യത്തിൽ നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവൾ തന്നെയാണ് ഞാൻ, പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ ഒരു നുണ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പം എനിക്ക് സംശയമുണ്ട് കേട്ടോ, എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അനി പിന്നെ എതിർക്കാണ്, വെറുതെ പറയുന്ന വല്യമ്മേ, ഇവള് പറയുന്ന ഒരു കാര്യം പോലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അനി പറയാ. അപ്പോൾ അനാമിക പറയും, ഓഹോ നീ അന്ന് മദ്യപിച്ച് വന്നപ്പോൾ ഉള്ള കാര്യമൊക്കെ നീ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ, എന്തായാലും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ജാനകിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായിട്ട് ജാനകി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ മോള് ഏതായാലും നയനെ നിന്നെക്കാളും മുമ്പ് അനാമിക മോള് പ്രഗ്നൻ്റ് ആയി, നീ ഇങ്ങനെ നടന്നു, ആദർശിന് ആദ്യത്തെ കുടിയിലുണ്ടായ കൊച്ചിനെയും കൊണ്ട് ലാളിക്കാനേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ മരുമോള് ഗർഭിണിയായി, ഇനിയിപ്പോൾ അനിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും, അല്ലെങ്കിലും ഇവിടെ ഇനി നീ രാജകുമാരിയെ പോലെ വാഴും, ഹോ എനിക്ക് സമാധാനമായി, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് നിങ്ങൾ രണ്ടും ഒന്നാവണം എന്നുള്ള കാര്യം, അത് സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് സന്തോഷിച്ച് ജാനകി നിൽക്കുകയാണ്. എന്നാൽ അനാമിക അങ്ങോട്ട് കളി തുടങ്ങുകയാണ് കേട്ടോ. ഇനി പ്രഗ്നൻ്റ് ആണെന്നുള്ള കള്ളത്തരം അവിടെ പറഞ്ഞ് പരത്തി എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റാനും അവിടെ പിടിച്ചു നിൽക്കാനും അനിയെ ഒന്ന് വരച്ച വരയിലേക്ക് നിർത്താനും ഒക്കെയാണ് കേട്ടോ. എനിക്കാണ് ഒരു അന്തവും കുന്തവും കിട്ടുന്നുമില്ല, ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്